കെ ഗണേഷ് കുമാർ രാജിവെക്കില്ല, രാജിവെപ്പിക്കാൻ പിണറായി. ഗണേഷ് കുമാറിനെതിരെ DGPക്ക് KSUവിന്റെ പരാതി വന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ വെളിപ്പെടുത്തലുണ്ടായി. അതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മന്ത്രിയെ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് സർക്കാർ. ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയതിന് പിന്നാലെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ യദുകൃഷ്ണൻ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. ഇനി ഒരു പരാതി കിട്ടാത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാത്തത് എന്ന് വേണ്ട. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായും അദ്ദേഹവും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദു മേനോനെ ആക്രമിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനെതിരെയും കേസെടുക്കണമെന്നാണ് യദുകൃഷ്ണന്റെ ആവശ്യം. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഈ വിഷയങ്ങൾ നേരിൽ കണ്ടതെന്നും തുടർന്ന് 112ലേക്ക് വിളിച്ച് വിവരമറിയിച്ചതെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഈ പരാതിയിൽ അന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല എന്നും DGPക്ക് നൽകിയ കത്തിൽ യദുകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയാണ്. മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. വാളകത്തെ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തെളിവ് തന്റെ കയ്യിലുണ്ട് എന്നും അവർ അവകാശപ്പെട്ടു. സംഭവം കണ്ടതിനെ തുടർന്ന് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരികൾ ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ പറയുന്നുണ്ട്. താൻ പോലീസിനെ വിളിച്ചതിന് പിന്നാലെ ആ സ്ത്രീയെ കാറിൽ കയറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും തുടർന്ന് ഗണേഷ് കുമാർ മുറിയിൽ കയറി വാതിലടച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങിയെന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണം. മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ പോലീസിനെതിരെ കടുത്ത വിമർശനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ലഭിക്കാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ലഭിക്കുക എന്നാണ് സതീശൻ ചോദിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ് എന്ന് പറയുമ്പോഴും ആർക്കും മിണ്ടാട്ടമില്ല, മൗനമാണ്. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് സതീശൻ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി കപ്പ് പിടിച്ച് PR നടത്തിയില്ലേ എന്നും ആ കപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലേ എന്നുമുള്ള സതീശന്റെ പരിഹാസത്തിന് മറുപടി പറയാൻ പോലും പിണറായി തയ്യാറായിട്ടില്ല ഇതുവരെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞത് 2014 വിവാഹം കഴിഞ്ഞത് മുതൽ ഗണേഷിനുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിനു മുമ്പും പല സ്ത്രീകളുടെയും പേരിൽ ഗണേഷുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും പിന്നീട് താൻ ആരൊക്കെ വിളിക്കുന്നു എന്നറിയുവാൻ തന്റെ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തുവെന്നും എനിക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട് മന്ത്രി എന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല പലരുടെയും കൂടെ അമേരിക്കയ്ക്ക് പോയി, ദുബായിക്ക് പോയി, ഇങ്ങനെ പലതും എനിക്കെതിരെയുള്ള ആരോപണങ്ങളായിട്ട് പറയുകയാണ് എന്ന് ബിന്ദു മേനോൻ പറയുന്നു. തനിക്ക് സംശയരോഗമാണ് എന്ന് തന്റെ വീട്ടുകാരോടും അടക്കമുള്ളവരോട് പറഞ്ഞതായിട്ടുള്ള പരാതി കൂടി ബിന്ദു മേനോൻ പറയുന്നുണ്ട്. മന്ത്രിക്ക് പലരുമായി ബന്ധമുണ്ട് എന്ന് അറിയാമായിരുന്നുവെന്നും ശനിയാഴ്ച താൻ ആരോടും പറയാതെ വാളകത്തെ വീട്ടിൽ പോവുകയും വാതിൽ തുറന്ന ശാന്തൻ എന്ന ഡ്രൈവറെ കണ്ടതും താൻ ബെഡ്റൂമിൽ പോയി കണ്ടത് വളരെ മോശം സാഹചര്യമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. താൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ശാന്തൻ തന്നെ തടയാൻ ശ്രമിച്ചു എന്നും പക്ഷെ എല്ലാത്തിനും തന്റെ കയ്യിൽ ചിത്രങ്ങൾ തെളിവുകളായിട്ടുണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട്. മന്ത്രിയെയും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ താൻ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മന്ത്രിയും മന്ത്രിയുടെ സന്തത സഹചരായിട്ടുള്ള ശാന്തൻ അവരെ പിടിച്ചും അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ശാന്തൻ ഈ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് താൻ സമ്മതിച്ചില്ല എന്നും ഉടൻ തന്നെ R ശ്രീലേഖയെ വിളിച്ചു എന്നുമാണ് അവർ പറയപ്പെടുന്നത്. ഉടൻ തന്നെ അവർ 112ലേക്ക് വിളിക്കാൻ പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതുമാണ്. പക്ഷേ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ പ്രദീപ് എന്ന ആള് വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല, വാതിൽ കുറ്റിയിടുകയായിരുന്നു എന്നുകൂടിയുള്ള അവരുടെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല മറ്റൊരു സ്ത്രീയെ അവിടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ത്രീയെ പോലീസ് വരുന്നതിന് മുമ്പ് ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീയെ ശാന്തൻ കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഗണേഷ് കുമാർ അകത്ത് കയറി വാതിലടച്ച് അതിനുശേഷം ഇതാണ് അവിടെ സംഭവിച്ചത് എന്നാണ് ബിന്ദു മേനോൻ പറയാം. പോലീസ് വന്നിട്ട് തന്നോട് ചോദിച്ചു, യാമിനി തങ്കച്ചിയാണോ എന്ന് ചോദിച്ചു. അല്ല, തന്റെ പേര് ബിന്ദു എന്നാണ് എന്ന് പറയുന്നു. താൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ താൻ പിണറായി സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം പിന്നെ മന്ത്രിയുടെ വേറെ സ്റ്റാഫായിട്ടുള്ള മനോജ് വന്ന് പറഞ്ഞു, ഇവിടെ ഈ തരത്തിലൊന്നും ചെയ്യരുത്, താനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോ സാറിനൊരു തെറ്റ് പറ്റി, അത് ക്ഷമിക്കൂ. അത് കഴിഞ്ഞിട്ട് തന്റെ കാലിൽ മനോജ് വീണ് കേണപേക്ഷിക്കുന്ന കാഴ്ച ഉണ്ടായെന്ന് കൂടി ബിന്ദു മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഡോക്യുമെന്റ്സ് എടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ മനോജ് പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ
പോലീസ് പറഞ്ഞതനുസരിച്ച് താൻ തന്നെ തന്റെ സാധനങ്ങൾ എടുക്കാൻ പോയി. ഇതിനിടെ മനോജയെ തന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. താൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകാൻ നേരം പ്രദീപ് എന്നയാൾ ആ വാതിൽ അടച്ചു കുറ്റിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുറത്തപ്പോൾ പിങ്ക് പോലീസ് നിൽക്കുമ്പോൾ പ്രദീപ് തന്റെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ പോലീസ് ഇല്ല. പിന്നെ താൻ ഒരു ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ പെട്ടി വെച്ച് കയറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ബിന്ദു മേനോൻ പറയുന്നത്. പക്ഷെ ബിന്ദു മേനോന്റെ ഈ വാദഗതികളിൽ ബിന്ദു മേനോനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പറയുന്നത്. എന്നിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഈ BJP കൗൺസിലർ കൂടിയായിട്ടുള്ള R ശ്രീലേഖ എന്ന് പറയപ്പെടുന്ന തന്റെ ബന്ധുവാണ് എന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയത് എന്ന് തന്നെയാണ് ഗണേശന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ പറയുന്നത്. തനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ല എന്ന് കൂടി ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇക്കാര്യം താൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ബിന്ദു മേനോൻ വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തലിന്റെ ശക്തി വളരെ കൂടുതലാണ്. വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് ആദ്യം കരുതിയതെന്നും എന്നാൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ മുന്നിൽ തനിക്കെതിരെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എല്ലാം തുറന്നു പറയുന്നത് എന്നുകൂടി ബിന്ദു മേനോൻ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി മുൻപിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ ഹാൻഡിലുകളും ഒപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നേതാക്കളും മാത്രമല്ല യുവജന സംഘടനകൾ ഉണ്ടല്ലോ, ഇവിടെ പലപ്പോഴും ഉണ്ടാകാറുള്ള പല യുവജന സംഘടനകൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം രാജിവെപ്പിക്കുവാൻ തയ്യാറെടുക്കുന്ന DYFI, SFI, CPM പോലുള്ള സംഘടനകൾ, ഈ രാഷ്ട്രീയക്കാർ ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സമീപനവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമീപനം ഇപ്പോൾ സ്വീകരിക്കുന്നത്? നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സ്വീകരിച്ച ഓടി നടന്ന് അറസ്റ്റ് ചെയ്യുവാൻ കൽപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ആരോപണം ഉണ്ടായിട്ട് പോലും മന്ത്രി ഗണേശനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാതെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കളുടെ എല്ലാം അല്ലെങ്കിൽ സാംസ്കാരിക നായകരൊക്കെ ഇതിനു മുമ്പേ തന്നെ രംഗത്ത് എത്തേണ്ടതാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ വായിൽ പഴം തിരികിയിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ആരും തന്നെ ഇതിനെതിരെ ഒരു പ്രതികരണം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ മന്ത്രി ഗണേശൻ രാജിവെക്കുവാനുള്ള സാധ്യതയില്ല. അതിനുവേണ്ടി രാജിവെക്കില്ല എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഗണേശൻ രാജിവെക്കില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വാളകത്തെ വീട്ടിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിലേക്കാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തേക്ക് ഗണേശൻ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാജിവെപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യം പിണറായിയിൽ ഇപ്പോൾ നിക്ഷിപ്തമാണ്. കാരണം CPI അടക്കമുള്ളവർ മന്ത്രി രാജിവെക്കണം എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ രാജിവെപ്പിക്കുവാൻ കാണിക്കുന്ന അതേ ചങ്കൂറ്റം സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയോടും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഗണേശനെ രാജിവെപ്പിച്ചേക്കും.